ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നമ്മുടെ ജാനുവരി വിൻഡോ ക്ലോസ് ആയിരിക്കുകയാണ്. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 0 ജാനുവരി സൈനിങ്സ് ഈസിക്കൽ ടു 0 ആംബിഷനാണ് ഗ്ലീനിയോസിൻ്റെ സൈഡിൽ നിന്നൊക്കെ. അപ്പോൾ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കാണാം. നിങ്ങൾക്ക് ലൈവ് കണ്ടതിന് ശേഷം അവിടെ പെട്ട അഭിപ്രായം പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലൈവിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്, പക്ഷേ അതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് മേ ബി ഒരു ലോങ് ടേം വീഡിയോ ആയിരിക്കാം. ഞാൻ പറയുന്നത് ലോങ് ആയിട്ടുള്ള വീഡിയോ അല്ല, ഒരു ലോങ് ടേമിലോട്ടുള്ള വീഡിയോ ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കുറേ ചീത്ത കേൾക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ പറയും ബ്രോ പറഞ്ഞത് ശരിയാണ്. ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ആൾക്കാർ എന്നിട്ട് പറയാം എന്ത് മണ്ടതരം നീ എന്ന് വിളിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആൾക്കാർ പറയാം നീ എന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ഇത് ഏത് വഴിക്കും പോവാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനീ പറയുന്ന ടോപ്പിക്കിൽ ഇത് ഞാൻ പറയുന്നതാവും ശരി അവസാനം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊന്നുമില്ല. വൈ കാരിക് വിൽ നോട്ട് ബി അവർ പെർമനൻറ്റ് സൊല്യൂഷൻ. പറഞ്ഞു മനസ്സിലായോ? അതായത് ലോങ് ടേമിൽ കാരിക്കോട് വർക്കാവില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും കാരിക്ക് ഇവിടുന്ന് സാക്കാവും. ഇതെൻ്റെ പ്രഡിക്ഷൻസ് ആണ് കേട്ടോ, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം പറയാം. കാരണം ജാനുവരി വിൻഡോ ക്ലോസ് ആയപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് ഓടി വന്നത് അയ്യോ നമ്മൾ ആരും സൈൻ ചെയ്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഇഞ്ചേർഡ് ആയാലോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വന്ന സംഭവം എന്താ അറിയോ? വി ആർ ഗോയിങ് ടു സാക്ക് മൈക്കിൾ കാരിക്. ദ സോ കോൾഡ് യുണൈറ്റഡ് DNA തരുന്ന നമ്മുടെ മാനേജറെ നമ്മൾ മിക്കവാറും സാക്ക് ചെയ്യും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഷെയർ ചെയ്യാം വീഡിയോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ പേര് സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു 11 പോയിൻറ്റ്സ് 11 പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 11 പോയിൻറ്റ്സിൽ ഉണ്ട് എന്തുകൊണ്ട് മൈക്കിൾ കാരിക്ക് സാക്കാവും എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ആദ്യമേ ഉറപ്പാണ് മൈക്കിൾ കാരിക്ക് സാക്കാവുന്നതാണെങ്കിൽ അതിപ്പോഴേ കമൻറ്റ് ചെയ്യാം. പക്ഷേ എന്നാലും ഫുൾ വീഡിയോ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഒരു പാറ്റേൺ ഇവിടെ കണ്ടുവരുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരിക്ക് അപ്പോയിൻ്റ് ആയത് ജാനുവരി 13 നമ്മുടെ ഗ്ലിനിയോസ് വെച്ച് കൊടുത്ത അജണ്ട ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ എടുക്കണം, അല്ലെങ്കിൽ ടോപ്പ് 4 കയറണം എന്നുള്ളതാണ്. കാരിക്ക് അപ്പോയിൻ്റ് ആയതിനു ശേഷം 19 to 20 ഡേയ്സ് ബാക്കിയുണ്ടായിരുന്നു നമ്മൾക്ക് സൈനിങ്സ് നടത്താൻ. അതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം, ഇത് സെക്കൻഡ് പോയിൻ്റാണ്. ഡോർഗ് ഇഞ്ചേർഡായി. അതായത് ജാനുവരി 25 നമ്മൾക്കറിയാം ആഴ്സണലിനെതിരെ ഡോർഗ് ഗോൾ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇഞ്ചുറി വന്നത്. ജാനുവരി 25, 26 മുതൽ വീണ്ടും സൈനിങ്സ് ഇല്ല. ഫെബ്രുവരി 2 വിൻഡോ ക്ലോസ് ആവുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഡോർഗു ഇഞ്ചേർഡിന് ശേഷം, അല്ലെങ്കിൽ മൈക്കിൾ കാരിക്ക് ഒരു ഇൻ്ററിം കോച്ചായി വന്നതിന് ശേഷം എന്തുകൊണ്ട് നമ്മൾ സൈനിങ്സ് വരുത്തിയില്ല? അതിനുള്ള പ്രധാന കാര്യം ഞാൻ കണ്ടത് ആ കാലയളവിൽ, ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ 3 കളികൾ നമ്മൾ വിജയിക്കില്ല എന്ന് വിചാരിച്ച് കളികൾ ജയിച്ചു. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ടൈറ്റ് ആയേക്കാം, ചിലപ്പോൾ ഒരു സമനില ആയേക്കാം എന്ന് വിചാരിച്ച് കളിയും ജയിച്ചു. സോ 3 out of 3 ആയിട്ട് നിൽക്കുകയാണ് കാരിക്ക്. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. 3 out of 3 വിൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഒരാളെയും സൈൻ ചെയ്യാഞ്ഞത്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും നീ ഒരു യുണൈറ്റഡ് ഫാൻ അല്ലേ, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? യുണൈറ്റഡ് ജയിക്കില്ലേ എൻ്റെ ആഗ്രഹം? അതെ, യുണൈറ്റഡ് ജയിക്കാനാണ് എൻ്റെ ആഗ്രഹം. അത് ഇന്ന് മാത്രമല്ല ഫ്യൂച്ചറിലോട്ടും ജയിക്കണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. പറഞ്ഞു മനസ്സിലായല്ലേ? ഇനി 3ാമത്തെ പോയിന്റ് പറയാം. അതായത് ഈ ഓണേഴ്സ് മൈക്കിൾ കാരിക്കിനെ കൊണ്ടുവന്നത് വലിയ ഭയങ്കര പ്രോസസ്സ് നടത്തി ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഈ ഓണേഴ്സിന് അറിയാം കാരിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു പ്രാഗ്മാറ്റിക് ഫുട്ബോളാണ്. അതേപോലെ തന്നെ കാരിക്കിൻ്റെ ഫോർമേഷൻ ഞാൻ പറയില്ല, പക്ഷേ കാരിക്കിനോട് ഏത് ഫോർമേഷൻ പറഞ്ഞാലും കാരിക്ക് കളിപ്പിച്ചോളും. കാരണം ഒരു പപ്പറ്റാണ് കാരിക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹീസ് എ ബ്രില്യൻ കോച്ച്, ഹീസ് എ ബ്രില്യൻ മാനേജർ ആവാൻ സാധ്യതയുണ്ട്. കോച്ചാണ് ഇപ്പോൾ. കാരിക്കും അതേപോലെ തന്നെ ഈ സ്ക്വാഡും ഇപ്പം നമ്മുടെ ഉള്ള കുനിയ, എംബൂമോ, അമാദ്, ബ്രൂണോ, ലൂക്ഷോ ഉള്ള സ്ക്വാഡൊക്കെ ടോപ്പ് 5 കിട്ടാൻ ചാൻസ് ഉള്ള സ്ക്വാഡാണെന്ന് ഇവർക്ക് അറിയാം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗാമ്പിളാണ്. ടോപ്പ് 5 കിട്ടാം, പക്ഷെ 1-2 ഇഞ്ചുറി വന്ന് ടോപ്പ് 5 കയ്യിൽ നിന്ന് പോവാം. ഇത് 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ 4ാമത്തെ പോയിന്റ്, ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ 4ാമത്തെ പോയിന്റ് പറയാം. അതായത് അമോറിം ഇവിടുന്ന് സാക്കാവുമ്പോൾ നമ്മൾ 3 പോയിൻ്റാണ്
ടോപ്പ് 4 ഡിഫറൻസ്. അമോറിം ഇവിടുന്ന് സാക്കാവാൻ കാരണം ഗ്ലീനിയോസിനെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ഗ്ലീനിയോസിനെ കുറ്റം പറയല്ല, ഗ്ലീനിയോസിൻ്റെ തെണ്ടിത്തരങ്ങളെടുത്ത് അങ്ങനെ തന്നെ പറയാം, എടുത്ത് പറഞ്ഞുകൊണ്ടാണ് സാക്കായത്. കാരിക്ക് ഒന്നും മിണ്ടുന്നില്ല. കാരിക്ക് പ്രസ് കോൺഫറൻസിൽ വന്നാലും എവിടെ വന്നാലും ഗ്ലേസിയേഴ്സിനെ പുകഴ്ത്തി പറയുന്നു, അല്ലെങ്കിൽ താഴ്ത്താതെ പറയുന്നു, ഇനിയോസിനെ നന്നായി പറയുന്നു. 4ാമത്തെ പോയിന്റ് ഒരു പപ്പറ്റായിട്ട് നിൽക്കുകയാണ്. ഇനി 5ാമത്തെ പോയിന്റ്, നമ്മൾ ഈ സീസണിൽ അല്ലെങ്കിൽ ഇനിയുള്ള കളികൾ കൂടുതൽ കളികൾ ജയിക്കും. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2025-2026 സീസണിൻ്റെ കാര്യമാണ്. നമ്മൾ ഇനിയും കളികൾ ജയിക്കും. ഇപ്പോൾ 3 out of 3 ആണ് കാര്യം, ഇനിയും കളികൾ ജയിക്കും. അതേപോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഗെയിംസൊക്കെ നമ്മൾ ജയിക്കും. അതായത് ഒരു 3-2, 2-1, 4-3 ഇങ്ങനത്തെ കളികൾ നമ്മൾ ജയിക്കും. അതായത് ഫാൻസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ലാസ്റ്റ് മിനിറ്റ് വിന്നർ, ഫെർഗി ടൈം വിന്നറൊക്കെ ഇനിയും ഉണ്ടാവും. ഫാൻസ് എക്സൈറ്റഡ് ആവും, സ്വാഭാവികമായിട്ടും ഫാൻസ് എക്സൈറ്റഡ് ആവും. ടോപ്പ് 4 നമ്മൾ ഫിനിഷ് ചെയ്യും. ബാർ ഇഞ്ചുറീസ് ഒന്നും വന്നില്ലെങ്കിൽ കേട്ടോ, ടോപ്പ് 4 നമ്മൾ ഫിനിഷ് ചെയ്യും. ഇനിയാണ് എൻ്റെ ക്രൂഷ്യലായിട്ടുള്ള 11 പോയിൻറ്റ്സാണ്. ഇതിൻ്റെ 6ാമത്തെ പോയിൻ്റാണ്. ഈ 11 പോയിൻറ്റ്സിൽ ഈ 6ാമത്തെയാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ പോയിന്റ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഡെസിഷൻ വരണം, നമ്മുടെ ഗ്ലേസിയേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇനിയോസിൻ്റെ സൈഡിൽ നിന്നും. ആരായിരിക്കണം മാനേജർ, അല്ലെങ്കിൽ ആരായിരിക്കണം ഹെഡ് കോച്ച്? 90% ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ 90% ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു കാരിക് വിൽ ബി അവർ ഹെഡ് കോച്ച് നെക്സ്റ്റ് സീസണിൽ പെർമനൻ്റ് ആയിട്ട്. ഇനി 7ാമത്തെ പോയിന്റ് ഞാൻ പറയാം. ഇനിയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ന്യൂ സീസൺ, അതായത് പുതിയ സീസൺ തുടങ്ങുകയാണ്. ഏത് ടൈപ്പ് ഫുട്ബോളാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്? നോ ഐഡിയ, ആബ്സല്യൂട്ട്ലി നോ ഐഡിയ. കാരണം നമ്മൾ ഇതുവരെ കളിച്ചത് കാരിക്കിന് ജോബ് കിട്ടാൻ കാരണം നമ്മൾ പ്രാഗ്മാറ്റിക്കായിട്ട് കളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രാഗ്മാറ്റിക് പറഞ്ഞ ബോറിംഗ് സംഭവമല്ല, അതൊരു നല്ല ശരി തന്നെയാണ്. പക്ഷേ യുണൈറ്റഡിന് ലോങ് ടേമിലൂടെ പ്രാഗ്മാറ്റിക് നടക്കുമോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നമ്മളത് ഓലയിൽ അണ്ടറിൽ കഴിഞ്ഞ് കണ്ടതാണല്ലോ. അപ്പോൾ അതാണ് 7ാമത്തെ പോയിന്റ്. ഏത് ടൈപ്പ് ഫുട്ബോൾ നമ്മൾ കളിക്കും, എങ്ങനെ കളിക്കും, ഒരാൾക്കൊരു ഐഡിയ ഇല്ല. ഫാൻസിനറിയില്ല, ഓണേഴ്സിനറിയില്ല, പ്ലേയേഴ്സിനറിയില്ല, ആർക്കും അറിയില്ല. മൈക്കിൾ കാരിക്കിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. പ്രീ സീസൺ സ്റ്റാർട്ടാവുന്നു. ആ പ്രീ സീസണിൻ്റെ മുമ്പ് ചിലപ്പോൾ നമ്മളൊരു ബലേബെ വാങ്ങുന്നു. ഓക്കെ, അതായത് ജൂണിലൊക്കെ ഒരു ബലേബെ നമ്മൾ ബിഡ് ചെയ്ത് വാങ്ങുന്നു, കുനിയനെ കൊടുന്ന പോലെ. പിന്നെ നമ്മുടെ മെഗ്വയർ, അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഡിലേമ, കോൺട്രാക്ട് സൈൻ ചെയ്യില്ലേ, ഇവർ നിൽക്കോ ഇവർ പോവോ. അത് മാത്രമല്ല വേൾഡ് കപ്പ് ഇയർ ആണ്. സൈനിങ്സിനെ പെട്ടെന്ന് സൈൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കുറേ ടൈം എടുത്ത് കുറേ വെയിറ്റ് ചെയ്തിട്ട് വേണം സൈനിങ്സ് വരാൻ. വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ. അതിൻ്റെ 8ാമത്തെ പോയിന്റ് ആയിരുന്നു. ജൂണിൽ നമ്മൾ ബലേബനെ സൈൻ ചെയ്താൽ ജൂലൈ ഓഗസ്റ്റ് ഒന്നും വലിയ സൈനിങ്സ് ഉണ്ടാവില്ല. അതേപോലെ നമ്മളിനി സൈൻ ചെയ്യാൻ നോക്കുകയാണെങ്കിലും 0.5x സ്പീഡിലാണ്, അതായത് പകുതി, ബാക്കി ക്ലബ്സിൻ്റെയൊക്കെ പകുതി സ്പീഡിലാണ് നമ്മൾ സൈനിങ്സ് ചെയ്യാൻ നോക്കുക. ഒരു 200 മില്യൺ നമ്മൾ ബൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും സ്പെൻഡ് ചെയ്യുന്നു. അതെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഒരു 200 മില്യൺ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ 9ാമത്തെ പോയിൻ്റാണ്. ഇനി എൻ്റെ 10ാമത്തെ പോയിന്റ്, സീസൺ തുടങ്ങുന്നു. 2027-2026 സീസൺ ആരംഭിക്കും. റൈവൽസ് സ്ട്രോങ്ങർ ആവും. ഞാൻ നേരത്തെ പറഞ്ഞു, റൈവൽസ് നമ്മളെക്കാട്ടും ഇരട്ടി സ്പീഡിലാണ് സൈനിങ്സ് നടത്തുന്നത്. സോ റൈവൽസ് സ്ട്രോങ്ങർ ആവും. കൂടുതൽ ഗെയിംസ് കളിക്കുന്നു. നമ്മൾ ചാമ്പ്യൻസ് ലീഗിലുണ്ട്, കൂടുതൽ ഗെയിംസ് കളിക്കുന്നു, ഇഞ്ചുറീസ് കൂടുന്നു. യുണൈറ്റഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും 8, 9, 10, 11 ഈ ടേബിൾ പൊസിഷനിൽ ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും കാരിക്കിന് മനസ്സിലാവുന്നു ഇവിടെ അധികം സ്ക്വാഡ് ഡെപ്ത് ഇല്ല. ഇഞ്ചുറി വന്നപ്പോൾ സീനായി. കാരിക്ക് പ്രഷറിലാവുന്നു. പലയിടത്തും ന്യൂസും അതും ഇതൊക്കെ വരുന്നു. കാരിക്കിൻ്റെ ഫുട്ബോൾ ശരിയല്ല, ട്രെയിനിങ് ശരിയാവുന്നില്ല, പ്ലെയേഴ്സ് ഹാപ്പി അല്ല, വിൽകോക്സ് ഇങ്ങനെ പറഞ്ഞു കാരിക്ക് ചെയ്യുന്നില്ല. കാരിക്ക് സാക്ഡ് ഇൻ ജാനുവരി 2027. ശുഭം. ഈ പറഞ്ഞ 11 പോയിന്റിനോടും നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. യോജിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് തോന്നിയത് കാരിക്ക് സാക്ക് ആവാം എന്നുള്ളത്? ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിലാണോ, അതായത് ജനുവരിയിൽ കാരിക്കിന് ഒരു സൈനിങ്സ് കൊടുക്കാതെ, അതോ ലാസ്റ്റ് 11ാമത്തെ പോയിന്റിൽ പ്രഷർ മൗണ്ട് ആവുന്നു, വിൽകോക്സ് അത് പറയുന്നു, മീഡിയ ഇത് പറയുന്നു, കാരിക്ക് പ്രഷറിലാവുന്നു, കളികൾ തോൽക്കുന്നു, പ്ലേയേഴ്സ് ഹാപ്പി ആവുന്നില്ല, സാക്ട് ആവുന്നു? 1 മുതൽ 11 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഇതിലേത് പോയിന്റിലാണ് നിങ്ങൾക്ക് തോന്നിയത് കാരിക്ക് സാക്ക് അയക്കാം എന്ന് തോന്നിയത്? അതല്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല കാരിക്ക് സാക്ക് ആവില്ല, കാരിക്ക് ഇവിടെ ലോങ് ടേം ഹെഡ് കോച്ചായിട്ട് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റീസൺ കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല, കാരിക്ക് ആയിരിക്കില്ല അടുത്ത ഹെഡ് കോച്ച്, വേറെ ആരെങ്കിലും വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. എന്തുകൊണ്ടെന്നും കമൻറ്റ് ചെയ്യാം. കാരണം ഇതൊക്കെ പറഞ്ഞു വയ്ക്കണം.
ഞാൻ ഈ ടീമിനെ കണ്ടിട്ട് ഞാനിനി ക്ലബിൻ്റെ സപ്പോർട്ടറായിട്ട് ഈ ക്ലബിനെ കാണാൻ തുടങ്ങിയത് കുറച്ച് കാലമായുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഫ്യൂച്ചർ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രാറ്റ്ഫോർഡ് സിഗ്നൽ. സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലൈക്ക് അടിച്ചു.